ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനം കേട്ടോ ഞാൻ ചാച്ചി പിടിന്ന് ചോദിച്ചേ. ഒന്നുമില്ല, എന്തുണ്ടാക്കണം എന്നാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. നിങ്ങളോട് വെച്ചിട്ട് നിങ്ങൾ റിപ്ലൈ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ചാച്ചി പിടിൻ്റെ ക്ഷണം. അപ്പോൾ എനിക്ക് തന്നത് പിന്നെയും മറ്റേ പെൻ ഹോൾഡറെല്ലാം പോലത്തെ സാധനങ്ങളാണ്. പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. 2 പ്രാവശ്യം ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ കഴിക്കുന്ന വരാന്താ. പിന്നെയും മാറ്റി ചോദിച്ചപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരു ബുക്ക് ഷെൽഫാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതുണ്ടാക്കാൻ എനിക്ക് ഏറ്റവും വലിയുള്ള കാര്യമാണ് മറ്റേ എന്താ പറയുക, ഈ കാർഡ്ബോർഡൊക്കെ കറക്റ്റ് മെഷർമെൻറ്റിൽ മുറിച്ചെടുക്കുക, എന്നിട്ട് ഇതാക്കുക. അതിൻ്റെ ഒരു മെഷർമെൻറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഒന്നിന് ഫിറ്റാവില്ല. നമുക്ക് ഏറ്റവും വലിയ സാധനം ഒന്നാമത് ഈ കാർഡ്ബോർഡ്, കട്ടിയുള്ള കാർഡ്ബോർഡ് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടില്ല. അതാണ് ആദ്യത്തെ റീസൺ. പിന്നെ അഥവാ എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആട്ടുകൂട്ടാക്കാനും പറ്റില്ല. അത് വെച്ചിട്ട് എന്തായാലും അതാക്കാൻ തീരുമാനിച്ചില്ല. അപ്പോൾ ഇനി എന്തായാലും കട്ട് ചെയ്യാൻ എളുപ്പമുള്ള ഒരു കാർഡ്ബോർഡ് എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഡ്രസ്സിൻ്റെ കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു, അതെടുത്ത് കട്ട് ചെയ്തെടുത്ത് അതിന് പറഞ്ഞ പോലെ ഞാൻ മെഷർമെൻറ്റ് എടുത്ത ആദ്യത്തെ സാധനത്തിന് മാത്രം മെഷർമെൻറ്റ് ആണെന്നുള്ളൂ, ബാക്കിയുള്ളെല്ലാം എൻ്റെ ഗസ്സാണ്. അപ്പം ആദ്യത്തെ എന്താ പറയുക, മാത്സിൽ പുളിയല്ല പുലിയാണെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ അത്ര പുലിയല്ല, അതുകൊണ്ട് ആദ്യത്തെ മാത്രം കിട്ടി 10 ബാക്കിൽ വെക്കേണ്ടത്. ബാക്കിയുള്ളതിൻ്റെ എല്ലാം മെഷർമെൻറ്റ് ഞാൻ ഈ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാക്കുക, ബാക്കിയുള്ളത് നിങ്ങളെ മനസ്സിൽ തോന്നുന്ന പോലെ ആക്കാം. പിന്നെ എല്ലാ സാധനവും ഞാൻ ഇടൊടിച്ചിട്ടുള്ള ഗ്ലൂ ഗൺ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാം, പക്ഷേ ഞാൻ ഗ്ലൂ ഗണ്ണിലോട് മാത്രം കഴിച്ചതായി പോയതാണ്. പിന്നെ അടിയിൽ വെക്കുന്ന ഈ ഒരു സാധനം എന്തിനു പറയാം, എന്തൊരു സാധനം, മേശ. ആ മേശക്ക് ആക്കാൻ വേണ്ടി നോക്കിയാൽ അപ്പം എൻ്റെ ചെറുതായിട്ടില്ല, നല്ലോണം കണക്ക് കൂട്ടില്ലോ പാളിപ്പോയി. ഞാൻ അതേ അളവത്തിൻ്റെ അടുത്ത് നോക്കുമ്പോൾ മേശയും കൊണ്ട് പുറത്ത് ഉന്തിയേക്കുന്നത്. എന്നു വെച്ച് ഇനിയിപ്പം മതി അടക്കിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്ത് ശരിയാക്കിന് കേട്ടോ, അത് വേറെ ആരും. പിന്നെ വീട് തപ്പി പോകാൻ കഴിയാത്തതുകൊണ്ട് പിന്നെയും ഗ്ലൂ ഗണ്ണ് തന്നെ. ഈ ഒരു ഗ്ലൂ ഗണ്ണിലേക്ക് ഞാൻ എന്ത് ചെയ്തേനല്ലേ, വിചാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് അത് വെച്ചിട്ട് ഞാനൊരു എന്താ പറയുക, പിടിച്ച് തുറക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷെൽഫ് അവിടെ റെഡി ആയിട്ടുണ്ട്. പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ, ഇൻപെർഫെക്ഷൻ മേക്സ് തിങ്സ് പെർഫെക്റ്റ്. ഇനി നമുക്ക് അതിനകത്ത് വെക്കുന്ന ലാട്ടുകൂട്ട് സാധനങ്ങൾ, അതായത് ഒന്നുമില്ല, കുറച്ച് ബുക്ക്, പിന്നെ കുറച്ച് ചെടി, ഇങ്ങനത്തെ സാധനങ്ങളാക്കിയെടുക്കാം. ബുക്കാക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് വെച്ചാൽ ബാക്കി ഉണ്ടാവില്ലേ, അതിൽ നിന്ന് ഒന്നെടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഗ്ലൂ ഗണ്ണ് ഒട്ടിച്ച് കൊടുക്കുക, ഇത് മടക്കി കൊടുക്കുക, നമ്മളെ ബുക്ക് റെഡിയാവും. അങ്ങനെ പല പല ഷേപ്പിൽ അടാക്കി വെക്കുക. പിന്നെ ഒരു ചെടി ഉണ്ടാക്കുന്ന അപാരതയാണ് കേട്ടോ നിങ്ങളുടെ കാണുന്നത്. ചെടിയല്ല, ചെടിൻ്റെ ചട്ടി. എനിക്ക് വേറെ പശുവൊന്നും എടുക്കാൻ പോകാനും കഴിയില്ല, ഈ ഒരു കാർഡ്ബോർഡ് പീസിനെ കൊണ്ട് തന്നെ ചെയ്യണം താനും. അതുകൊണ്ട് എന്ത് ചെയ്ത് ഗ്ലൂ ഗണ്ണ് തന്നെ വെച്ചിട്ട് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ എന്താ പറയുക നിറച്ച് കൊടുത്ത് ഗ്ലൂ ഗണ്ണ്. ചട്ടി ഫില്ലാവണ്ടേ. പിന്നെ അതായത് ചെടീൻ്റെ ചപ്പ് ഉണ്ടാക്കാൻ ഇതുപോലെ തന്നെ കാർഡ്ബോർഡിൻ്റെ ഒരു അറ്റം മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഈ ചപ്പിൻ്റെ ഷേപ്പിൽ ഇതും ഗ്ലൂ ഗണ്ണ്. ഗ്ലൂ ഗണ്ണിനുള്ളൊരവസ്ഥ തന്നെ പ്രാകുന്നുണ്ടാവും. അടുത്ത് മാറ്റി വെക്കും പെണ്ണുങ്ങളെ നട്ട്. എന്നിട്ട് അത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തിട്ടാകുമ്പോൾ അതിന് ചപ്പിൻ്റെ പെർഫെക്റ്റ് ഷേപ്പ് ഒന്നായിട്ടല്ല, പക്ഷേ എന്നാൽ അടിയോടിയും എന്താ പറയുക ബെല്ലിൽ നിൽക്കുന്ന ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാകുമ്പോൾ ഇനി നമുക്ക് സ്കെച്ച് വെച്ചിട്ട് കളർ അടിക്കാം. എന്താ പറയുക ഫാബ്രിക് പെയിൻറ്റ് വെച്ച് കളർ അടിക്കാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. അത് എടുക്കാൻ പോകാൻ കഴിയാതുകൊണ്ട് ഞാൻ സ്കെച്ച് വെച്ചിട്ട് അടിച്ചു. അതുകൊണ്ട് എന്തായാലും നല്ല സാധനം കിട്ടിയില്ലേ. പിന്നെ രണ്ടാമത്തെ ചെടി, ഈ ചെടി ഞാൻ എന്ത് ചെടിയാണെന്ന് ചോദിക്കരുത്. ഞാൻ ആക്കാൻ നോക്കിയത് മറ്റേ സ്നേക്ക് പ്ലാന്റില്ലേ, അയ്യേനും അത് ആകാനിപ്പം വിചാരിച്ചാൽ മറ്റേ കാക്ടസ് ആക്കാം. അതും ആകത്തപ്പം എല്ലാം കൂടി ഉരുട്ടി കൂട്ടിയിട്ട് ചുറ്റിയപ്പോൾ നമുക്കൊരു കപ്പ് കേക്കിൻ്റെ ഷേപ്പ് കിട്ടി. കപ്പ് കേക്കല്ല, കോഫീൻ്റെ മേലയിൽ ഇങ്ങനെ വിപ്പിംഗ് ക്രീം പിന്നെ കൊടുക്കൂലേ, ആ ഒരു ഷേപ്പ് കിട്ടി. എന്നാൽ വെച്ചെന്നാൽ പിന്നെ അവിലാണെങ്കിൽ അവർ വെച്ച് അകാടെ വെച്ച്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഈ ആക്കി വെച്ച സാധനങ്ങൾക്കെല്ലാം കളർ കൊടുക്കണം. എല്ലാ ബുക്കിനും എല്ലാത്തിനും കളർ കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ വരട്ടാ, 8 മിനിറ്റ്. അപ്പോൾ എൻ്റെ ബുക്കെല്ലാം കളറായിട്ടുണ്ട്. ഇനി ഈ ബുക്കിനെല്ലാം ഓരോരോ സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. വെറുതെ വെച്ചാലും മതി, പക്ഷെ ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലൂലേ, പിന്നെയും പിന്നെ ഇടക്കിടക്ക് പൊറുക്കി വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ച് കൊടുത്തിട്ടാകുമ്പോൾ അത് സൈഡാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെടുത്തിട്ട് വരാം, ഷെൽഫ്. അപ്പോൾ അതിൻ്റെ മേലത്തെ ഒരു പോർഷന് ഇങ്ങനെ പൊന്തി വെക്കുന്നുണ്ട്. അങ്ങനെ വേണമെന്നാണ് ChatGPT പറഞ്ഞത്. നമുക്ക് അത്ര മെന തോന്നിയില്ല. അപ്പോൾ ഞാൻ അതും കൂടെ കട്ട് ചെയ്തിട്ടാകുമ്പോൾ എല്ലാ അറ്റത്തും ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒരു ഡെക്കറേഷൻ കൊടുത്തു. എന്നിട്ട് ബുക്കെല്ലാം അസംബിൾ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, എന്തോ ഒരു രസമില്ലാത്ത പോലെ. അപ്പം ആ ഗ്ലൂ ഗണ്ണിൻ്റെ മേലെല്ലാം ഞാൻ ഇതുപോലെ ഗോൾഡൻ്റെ ആക്രിലിക് കളർ കൈ വെച്ചിട്ട് ഈ രീതിയിൽ ഞാൻ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞപ്പോൾ ഒരു മെന കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്ത് ആ ഷെൽഫ് എടുത്തിട്ടൊന്ന് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ കുറച്ചൊരു വൃത്തിയുണ്ടെന്ന് സംശയം. പിന്നെ വീഡിയോയും കൂടെ വെച്ചപ്പോൾ സാധനം പെർഫെക്റ്റായി. എനിക്കെൻ്റെ ഒരു മനസ്സിലൊരു സംതൃപ്തി. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ, ഇൻപെർഫെക്ഷൻ മേക്സ് തിങ് പെർഫെക്റ്റ്. അപ്പോൾ ശരി വൈസ്, അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.